ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എൻ്റെ ഈ തംബ്നെയിലിൽ കാണിച്ചിരിക്കുന്നത് പോലെ 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 4 വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിപ്പോൾ ഒരു തവ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് നിറയെ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ ഒരു അര സ്പൂണ് ചിക്കൻ മസാലയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ആ മസാല നമുക്ക് ഈ ഉള്ളി വഴറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ആ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ചധികം സമയം തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കണം. 2 തക്കാളി എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് ആ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് മുട്ട പുഴുങ്ങിയത് വരിഞ്ഞു കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡിയായി. ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിന് നമുക്ക് സൈഡ് ഡിഷായിട്ടും എടുക്കാൻ പറ്റും. വേഗം റെഡിയാവുകയും ചെയ്യും. ഉള്ളിയൊക്കെ അരിയുന്നൊരു സമയം തന്നെ വേണ്ടുള്ളൂ. പെട്ടെന്നൊന്ന് വഴറ്റിയെടുത്ത് നല്ല രുചിയുള്ള മുട്ട റോസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.